നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തിരുവോണത്തിന്റെ വരവറിയിച്ചുള്ള പൂവിളികൾക്ക് തുടക്കം കുറിച്ച് മലയാളികൾ അത്തം ആഘോഷിച്ചു. ഇനിയുള്ള നാളുകൾ മലയാളികൾ പൂക്കളമിട്ട് ഓണത്തെ വരവേൽക്കും. ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് ഇനി ആഘോഷത്തിന്റെ ദിനരാത്രങ്ങൾ. സമഭാവനയുടെ സന്ദേശമോതുന്ന തിരുവോണത്തിനായി മാവേലിയെ വരവേൽക്കാൻ നാടും നാട്ടുകാരും ഒരുങ്ങുകയാണ്. ഓണത്തിന്റെ വരവറിയിച്ച് തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയ ഘോഷയാത്ര നടന്നു. ഇതോടെ സംസ്ഥാനത്തെ ഓണാഘോഷങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കമായി. രാവിലെ 9-ന് മന്ത്രി MP രാജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മന്ത്രി P രാജീവ് അത്തപ്പതാക ഉയർത്തി. നടൻ ജയറാം ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. തൃപ്പൂണിത്തുറ ബോയ്സ് ഗ്രൗണ്ടിൽ നിന്നും തുടങ്ങിയ ഘോഷയാത്ര നഗരം ചുറ്റി അവിടെ തന്നെ അവസാനിച്ചു. ആനയും അമ്പാരിയും നിശ്ചല ദൃശ്യങ്ങളുമടക്കം വർണ്ണശബളമായ കാഴ്ചകളാണ് ഘോഷയാത്രയിൽ അണിനിരുന്നത്. തിരക്ക് കണക്കിലെടുത്ത് തൃപ്പൂണിത്തുറയിൽ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 3 വരെ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു. കേരളക്കരയാകെ ആവേശത്തോടെ ഓണത്തെ വരവേൽക്കാനൊരുങ്ങി. നാടും നഗരവും പൂക്കളമിട്ട് മാവേലി മന്നനെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ക്ലബ്ബുകളും വിവിധ സംഘടനകളും പൂക്കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും അന്യ സംസ്ഥാനത്തു നിന്നുള്ള പൂക്കളും വിപണിയിൽ എത്തിക്കഴിഞ്ഞു. എന്നാൽ റെഡിമെയ്ഡ് പൂക്കളങ്ങളുടെ സാന്നിധ്യം പരമ്പരാഗത പൂക്കച്ചവടത്തിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഒരിക്കൽ വാങ്ങിയാൽ വർഷങ്ങളോളം ഉപയോഗിക്കാവുന്ന റെഡിമെയ്ഡ് പൂക്കളങ്ങൾ വിപണി കീഴടക്കാൻ സാധ്യതയേറെയാണ്. ഓണച്ചന്തകളിലും ചെറുകിട കടകളിലും തുണിപ്പൂക്കൾ, ഓണാശംസാ സ്റ്റിക്കറുകൾ, മാവേലി സ്റ്റിക്കർ തുടങ്ങിയ അലങ്കാരങ്ങളും സുലഭമാണ്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഓണക്കോടി, ഓണക്കുല എന്നിവ സ്വന്തമാക്കാനുള്ള തിരക്കിലേക്ക് മാറും. കുടുംബശ്രീ, സഹകരണ ചന്തകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, മാവേലി സ്റ്റോറുകൾ, സപ്ലൈകോ എന്നിവരും ഓണസമ്മാനങ്ങളുമായി വൻകിട കച്ചവടക്കാരും വിപണിയിൽ സജീവമായുണ്ട്. വെള്ളിയാഴ്ച സ്കൂൾ കോളേജുകൾക്ക് ഓണാവധി എത്തുന്നതിനോടൊപ്പം വിപണിയിൽ തിരക്ക് കൂടുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. യുവാക്കൾ, വിവിധ സംഘടനകൾ എന്നിവർ പായസ ചലഞ്ചുകൾ സംഘടിപ്പിച്ച് ആഘോഷത്തിന് നിറം കൂട്ടുന്നു. എന്നാൽ ചൊവ്വാഴ്ച മുതൽ മഴ ശക്തമാകുമെന്ന കാലാവസ്ഥാ പ്രവചനവും കച്ചവടക്കാർക്ക് നേരിയ ആശങ്ക ഉളവാക്കുന്നുണ്ട്. പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ സാങ്കേതിക വിദ്യാ ദിനാചരണം സംഘടിപ്പിച്ചു. മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെയും പാലക്കാട് ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സാങ്കേതിക വിദ്യാ ദിനാചരണം സംഘടിപ്പിച്ചത്. കർഷക ശാസ്ത്രജ്ഞ കൂട്ടായ്മയിൽ സാങ്കേതിക വിദ്യകൾ ജനകീയമാക്കുന്ന കർഷകരെ ആദരിക്കുകയുമുണ്ടായി. പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടന്ന ദിനാചരണം മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. സാങ്കേതികമായി പുതിയ നൂതന രീതികൾ കർഷകരിലേക്ക് വേഗത്തിൽ എത്തുമ്പോഴാണ് അതിന്റെ റിസൾട്ട് ഉണ്ടാവുകയും പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുകയും കർഷകന്റെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാനും കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സ്റ്റൻഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് കൂടി വളരെ കൃത്യമായി ഈ പ്രവർത്തനങ്ങൾ നടത്തുക എന്നതിനു വേണ്ടിയാണ് ഇങ്ങനെ സാങ്കേതിക വിദ്യ ദിനം മാത്രമല്ല ഇങ്ങനൊരു അഗ്രികൾച്ചറൽ നോളേജ് സെന്റർ എന്ന് പറയുന്ന സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാർഷിക മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. അപ്പൊ നമുക്കറിയാം, പ്രിസിഷൻ ഫാമിംഗ്, ഡ്രോൺ ടെക്നോളജി, ഈ സെൻസറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കൃത്യമായി അതിന്റെ എങ്ങനെയാണ് വെള്ളത്തിന്റെ അളവ് എത്രയാണ്, മറ്റുള്ള കാര്യങ്ങൾ എന്താണ്, മണ്ണിൽ ഏത് പോഷകമാണ് കുറവുള്ളത്, ഏതാണ് വേണ്ടത്, ഇതെല്ലാം തിരിച്ചറിഞ്ഞ് കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ടെക്നോളജി ഇന്ന് വന്നിട്ടുണ്ട്. അത് പലരും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അത് കൃത്യമായി ഉപയോഗിക്കാൻ അറിയുക, മറ്റു പലതരത്തിലുള്ള സാധാരണ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നതല്ല. അവർക്ക് എങ്ങനെ എളുപ്പത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ കഴിയും എന്നത് നോക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യം നമുക്കറിയാം, ഒരു ഘട്ടത്തിൽ ഭക്ഷ്യക്ഷാമം നേരിട്ടിരുന്ന ഒരു കാലത്താണ് ഹരിത വിപ്ലവം വന്നത്. ഹരിത വിപ്ലവത്തിന് ഉണ്ടായത് വലിയ രീതിയിലുള്ള പ്രൊഡക്ടിവിറ്റി വർദ്ധിച്ചു. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായിരുന്നു. KVK പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ KV സുമയ്യ, അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് റിസർച്ച് ഡോക്ടർ P രാജി, S അർമുഖപ്രസാദ്, N ഷീല, K വൃന്ദ, ഡോക്ടർ ഷൺമുഖസുന്ദരം തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. കാർഷിക സർവകലാശാല സാങ്കേതിക വിദ്യാ പ്രദർശനവും ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു. ഇരുതലമൂരിയുമായി 4 പേരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടി. കൂറ്റനാട് സ്വകാര്യ ലോഡ്ജിൽ വെച്ച് വിൽപ്പന നടത്തുന്നതിനിടെയാണ് 4-അംഗ സംഘത്തെ പിടികൂടിയത്. ഇരുതല മൂരിയുമായി 4 പേരെ വനംവകുപ്പ് അധികൃതരാണ് പിടികൂടിയിരിക്കുന്നത്. കൂറ്റനാട് സ്വകാര്യ ലോഡ്ജിൽ ഇരുതലമൂരി കച്ചവടവും ഇടപാടുകളും നടക്കുന്നുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് സംഘത്തെ പിടികൂടിയത്. കൂറ്റനാട്, പത്തനംതിട്ട, കൊല്ലം സ്വദേശികളായ 4 പേരാണ് അറസ്റ്റിലായത്. കൂറ്റനാട് സ്വദേശികളായ ബഷീർ അഷ്റഫ്, പത്തനംതിട്ട സ്വദേശി രഞ്ജു, കൊല്ലം സ്വദേശി ദേവദാസ് എന്നിവരെയാണ് പട്ടാമ്പി ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ സഞ്ജയ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്.
തുടർന്ന് പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി. അഷ്റഫും ബഷീറുമാണ് ഇരുതലമൂരിയെ വിൽപ്പനയ്ക്കായി എത്തിച്ചതെന്നാണ് പറയുന്നത്. ഇവരിന്നും വാങ്ങാൻ എത്തിയവരാണ് പത്തനംതിട്ട, കൊല്ലം സ്വദേശികൾ. ഓണാഘോഷം കളറാക്കാൻ വാഹനങ്ങളുമായി ഇറങ്ങുന്ന വിദ്യാർത്ഥികൾക്കെതിരെ നിയമ നടപടി കർശനമാക്കി തൃത്താല പോലീസ്. ലൈസൻസ് ഇല്ലാതെയും രൂപമാറ്റം വരുത്തിയ വാഹനങ്ങളും മറ്റുമായി ഓണാഘോഷത്തിനിറങ്ങുന്ന വിദ്യാർത്ഥികളെ പൊക്കാൻ പോലീസ് പരിശോധനകൾ കടുപ്പിച്ചു. ഇത്തരക്കാർക്കെതിരെ കർശന നടപടിക്ക് ഒരുങ്ങുകയാണ് തൃത്താല പോലീസ്. കുട്ടികൾക്ക് വാഹനം നൽകുന്ന രക്ഷിതാക്കളും നിയമലംഘനത്തിന്റെ പേരിൽ കുടുങ്ങും. കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു വാഹനം കൈകാണിച്ചിട്ടും നിർത്താതെ പോയതിനെ തുടർന്ന് പോലീസ് പിന്തുടർന്ന് പടിഞ്ഞാറങ്ങാടിയിൽ നിന്നും പിടികൂടി. വാഹനമോടിച്ച കുട്ടിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. വാഹനം കോടതിയിൽ ഹാജരാക്കുമെന്നും പോലീസ് പറഞ്ഞു. സ്കൂളുകളിലും കോളേജുകളിലും നടക്കുന്ന ഓണാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരു ആഘോഷ പരിപാടിയും പൊതുനിരത്തിൽ അനുവദിക്കില്ലെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി. നിയമലംഘനങ്ങൾ കണ്ടാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും തൃത്താല പോലീസ് അധികൃതർ പറഞ്ഞു. പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നിരവധി കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ ചുമത്തി നാടുകടത്തി. തൃത്തല പോലീസ് പരിധിയിലെ കപ്പൂർ കാഞ്ഞിരത്താണി ഒഴുക്കൻപാറയിൽ 36 വയസ്സുള്ള ഫിറോസിനെയാണ് കേരള സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം വകുപ്പ് 15 ചുമത്തി നാടുകടത്തിയത്. 6 മാസത്തേക്കാണ് പാലക്കാട് ജില്ലയിൽ പ്രവേശിക്കുന്നതിനുള്ള വിലക്ക്. ആർട്ടിസ്റ്റ് ഗണപതി മാസ്റ്ററുടെ സ്മരണാർത്ഥമുള്ള ഗണപത് ചിത്രകലാ പുരസ്കാരം ഡോക്ടർ കവിത ബാലകൃഷ്ണന് സമ്മാനിക്കും. അനുസ്മരണ സമ്മേളനവും ഗണപത് പുരസ്കാര സമർപ്പണവും ഈ മാസം 28-ന് പട്ടാമ്പിയിൽ നടത്തുമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രശസ്ത ചിത്രകാരനും ശില്പിയും പെരിങ്ങോട് ഹൈസ്കൂളിലെ ചിത്രകലാ അധ്യാപകനുമായിരുന്ന ആർട്ടിസ്റ്റ് ഗണപതിയുടെ ഓർമ്മയ്ക്കായി ശിഷ്യരുടെ കലാകൂട്ടായ്മയായ ഗണപത് ഏർപ്പെടുത്തിയ ഗണപത് ചിത്രകലാ പുരസ്കാരമാണ് ചിത്രകലാകാരിയും കലാനിരൂപകയുമായ ഡോക്ടർ കവിത ബാലകൃഷ്ണന് സമ്മാനിക്കുന്നത്. കേരളീയ ചിത്രകലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് കവിതയെ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തതെന്ന് സംഘാടകർ പട്ടാമ്പി പ്രസ് ക്ലബ്ബിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശിഷ്യന്മാർ ഉള്ള വളരെ പ്രഗത്ഭനായ ചിത്രകാരനാണ് ഗണപതി മാസ്റ്റർ. അദ്ദേഹം വരയ്ക്കുക മാത്രമല്ല, ധാരാളം ശില്പങ്ങളും ചെയ്യുകയുണ്ടായിരുന്നു. അടുത്തുള്ള നമ്മുടെ ചുറ്റുപാടുമുള്ള അമ്പലങ്ങളിൽ, പൊതു ഇടത്ത് ഒക്കെ തന്നെ വലിയ ശില്പങ്ങൾ ചെയ്യാൻ ശേഷിയുള്ള നല്ല ചിത്രകലാ അധ്യാപകനായിരുന്നു ഗണപതി മാസ്റ്റർ. പെരിങ്ങോട് സ്കൂളിൽ ഇപ്പോഴും നിങ്ങൾക്ക് പോയി നോക്കിയാൽ അവിടുത്തെ ഒരു അന്തരീക്ഷം കണ്ടാൽ അത് ബോധ്യപ്പെടും. മാഷയുടെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി ഞങ്ങൾ കഴിഞ്ഞ 3 വർഷമായി ഗണപത് ചിത്രകലാ പുരസ്കാരം നൽകി വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനത്തിൽ അനുസ്മരണ സമ്മേളനവും നടത്തി വരാറുണ്ട്. 1ാമത്തെ വർഷം നമ്മൾ വട്ടനാട് സ്കൂളിൽ വെച്ചിട്ടാണ് ചെയ്തത്. അന്ന് അക്കിത്തം നാരായണനാണ്, അദ്ദേഹം പാരീസിലാണ് ജീവിക്കുന്നത്, അവാർഡ് കൊടുത്തത്. വളരെ ലോകപ്രശസ്തനായ ചിത്രകാരനാണ്, നമ്മുടെ അക്കിത്തത്തിൻ്റെ അനിയൻ. കഴിഞ്ഞ വർഷം നമ്മൾ അവാർഡ് കൊടുത്തത് മദനാണ്, മാതൃഭൂമിയിലെ മദനാണ്, ഇല്ലസ്ട്രേറ്റർ. അദ്ദേഹം പെരിങ്ങോട് വന്നു. പെരിങ്ങോട് ഇഷ്ടംപോലെ അറിയണ ആളാണ്, മാഷെ അറിയണ ആളാണ്. പെരിങ്ങോട് വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണത്തെ പരിപാടി. ദേശീയവും അന്തർദേശീയവുമായ സമകാലിക കലയെ വരകൊണ്ട് വാക്കുകൾ കൊണ്ടും അടയാളപ്പെടുത്തുന്ന ചിത്രകാരിയും ഗവേഷകയുമാണ് കവിത ബാലകൃഷ്ണൻ. 10,000 രൂപയും ശില്പവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 28-ന് പട്ടാമ്പി GMLP സ്കൂളിൽ നടക്കുന്ന 3ാമത് ഗണപതി മാസ്റ്റർ അനുസ്മരണ ചടങ്ങിൽ കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ P. രവീന്ദ്രൻ പുരസ്കാരം സമ്മാനിക്കും. ചടങ്ങ് മുഹമ്മദ് മോസിൻ MLA ഉദ്ഘാടനം ചെയ്യും. ഗണപത് പ്രസിഡന്റ് വേണുപാലൂർ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഗുരുവായൂർ ചുമച്ചിത്ര പഠന കേന്ദ്രം റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ KU കൃഷ്ണകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തും. കുട്ടികൾക്കായി നടത്തിയ അഖില കേരള പെയിന്റിംഗ് മത്സര വിജയികൾക്കുള്ള സമ്മാനവും ചടങ്ങിൽ നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV ബാലചന്ദ്രൻ സമ്മാനിക്കും. രാവിലെ മുതൽ നടക്കുന്ന ചിത്ര പ്രദർശനം പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് 2 മണിക്ക് UP വിഭാഗം കുട്ടികൾക്കായി തത്സമയ പെയിന്റിംഗ് മത്സരവും ഒരുക്കിയിട്ടുണ്ട്. സമാപന സമ്മേളനത്തിൽ ഡോക്ടർ മുരളി പുറനാട്ടുകര, പൂമുള്ളി നാരായണ നമ്പൂതിരിപ്പാട്, V. ശ്രീകല തുടങ്ങിയവർ പങ്കെടുക്കും. ഗണപത് ആർട്ട് കമ്മ്യൂണും പട്ടാമ്പി ക്രിയേറ്റീവ് ആർട്ട് മൂവ്മെന്റും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി കൺവീനർ PN പരമേശ്വരൻ, ഗണപത് പ്രസിഡന്റ് വേണുപാലൂർ, സെക്രട്ടറി VM ബഷീർ, ശശി കോതച്ചിറ, MA വേണു, മണികണ്ഠൻ പുന്നക്കൽ, രാജേഷ് കരിങ്ങിനാട് എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. കലാപ്രവർത്തകരുടെയും ചിത്രങ്ങളാണ് പ്രധാനമായിട്ടും ഈ പ്രദർശനത്തിൽ ഉണ്ടാകുക. പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചിത്രകലയുടെ ഒരു പാരമ്പര്യം നമുക്ക് പട്ടാമ്പി കൃഷ്ണവാര്യരിലൂടെയാണ് തുടങ്ങുന്നത്. ചുവർ ചിത്രകലയിൽ മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായരുടെ സമകാലികൻ, അദ്ദേഹത്തോടൊപ്പം
ഗുരുവായൂർ ക്ഷേത്രത്തിലായാലും മറ്റു സ്ഥലത്തൊക്കെ ചുവർ ചിത്രങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഓങ്ങല്ലൂരിലെ പട്ടാമ്പി കൃഷ്ണവാര്യർ, അദ്ദേഹത്തിൻ്റെ ഒരു പാരമ്പര്യമുണ്ട്. പിന്നീടാണ് ഈ ഗണപതി മാഷിൻ്റെ പരമ്പരയിൽ പ്രശിഷ്യന്മാരെന്ന് പറയാം, ഈ ശില്പചിത്രയിൽ കഴിഞ്ഞ 40 വർഷമായിട്ട് കടന്നു പോകുന്നവരൊക്കെ ഗണപതി മാഷായിട്ട് ബന്ധമുള്ളവരാണെന്നാണ് ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത്. അതൊരു 1000-ൽ പരം കുട്ടികളെങ്കിലും പഠനം പൂർത്തിയാക്കി പുറത്തു പോയിട്ടുണ്ട്. ആ ഒരു കലാ സാന്നിധ്യമാണ് ഈ സമൂഹത്തിലുള്ളത്. തൃത്താല ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS നേതൃത്വത്തിൽ 10ാം വാർഡിൽ ഓണക്കനി നിറപൊലിമ പദ്ധതിയുടെ ഭാഗമായുള്ള പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവം നടന്നു. ബദാം ചുവട് ഐശ്വര്യ കുടുംബശ്രീ യൂണിറ്റാണ് സമന്വയ ലൈബ്രറി വനിതാവേദി പ്രവർത്തകരുടെ സഹകരണത്തോടെ പച്ചക്കറി ചെണ്ടുമല്ലി കൃഷിക്ക് നേതൃത്വം നൽകിയത്. വെണ്ട, മുളക്, പയർ, വഴുതന, തക്കാളി തുടങ്ങിയ പച്ചക്കറികളും ചുവപ്പ്, മഞ്ഞ ചെണ്ടുമല്ലിയും വാടാർമല്ലിയും ഉൾപ്പെടെയുള്ള പൂക്കളാണ് വിതരണത്തിന് തയ്യാറായിട്ടുള്ളത്. തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ജയ വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KP ശ്രീനിവാസൻ അധ്യക്ഷനായി. മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ, ഡോക്ടർ കൃഷ്ണദാസ്, T ഉണ്ണികൃഷ്ണൻ, K രമണി തുടങ്ങിയവർ സംസാരിച്ചു. CDS ചെയർപേഴ്സൺ സുജിത ജയപ്രകാശ് സ്വാഗതവും CDS അംഗം പുഷ്പലത നന്ദിയും പറഞ്ഞു. നാഗലശ്ശേരി പഞ്ചായത്തിൽ ഓണം വിപണി ലക്ഷ്യമിട്ട് കൃഷിയിറക്കിയ ചെണ്ടുമല്ലിപ്പൂക്കളുടെ വിളവെടുപ്പ് നടന്നു. കോതച്ചിറ വാർഡിലെ ശലഭം കുടുംബശ്രീയിലെ പ്രവർത്തകരാണ് ചെണ്ടുമല്ലി കൃഷിക്ക് നേതൃത്വം നൽകിയത്. കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പച്ചക്കറികളും ഓണവിപണിയിലേക്കായി കൃഷി ചെയ്തിട്ടുണ്ട്. നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ പ്രിയ സുരേഷ്, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K മനോഹരൻ, പൊതുപ്രവർത്തകരായ സജീവ്, അർജുനൻ, സതി എന്നിവർ സംസാരിച്ചു. കേരള പ്രകൃതി സംരക്ഷണ സംഘം ഭൂമികയ്ക്ക് ഒരു തൈ പരിപാടി വാവന്നൂർ ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജിൽ സംഘടിപ്പിച്ചു. മുൻ MLA VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി സംരക്ഷണ സംഘം കേരള സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ SP സുബ്രഹ്മണ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രകൃതി സംരക്ഷണ സംഘം സ്റ്റേറ്റ് കോർഡിനേറ്റർ ഷാജി തോമസൻ പദ്ധതിയുടെ ഭാഗമായി പുറത്തിറക്കിയ ബ്രോഷറും പ്രകൃതി സംരക്ഷണ സംഘം കേരളം യൂത്ത് വിംഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോബിൻ പനക്കൽ വൃക്ഷത്തൈയും കോളേജ് അധികൃതർക്ക് നൽകി. ശ്രീപതി കോളേജ് NSS പ്രോഗ്രാം ഓഫീസർ R രജനീഷ്, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് സാഗർ M നാരായണൻ, അസിസ്റ്റന്റ് പ്രൊഫസർ P ഹിതേഷ്, അവസാന വർഷ വിദ്യാർത്ഥി MG അമൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ഭൂമികയ്ക്കൊരു തൈ പദ്ധതിയുടെ ഭാഗമായി നടത്തിവരുന്ന ക്വിസ് മത്സരത്തിലെ വിജയികളായ വിദ്യാർത്ഥികൾക്ക് സമ്മാനമായി വൃക്ഷത്തൈകളും നൽകി. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് അനുവദിച്ച ലാപ്ടോപ്പുകളുടെയും പ്രൊജക്ടറിന്റെയും സമർപ്പണം നടന്നു. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ SSK ഫണ്ടിൽ നിന്നുമാണ് പ്രൊജക്ടറും ലാപ്ടോപ്പുകളും അനുവദിച്ചത്. സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം ഗണിത ലാബിലേക്കാണ് പ്രൊജക്ടറിന്റെയും 18 ലാപ്പുകളുടെയും വിതരണം നടന്നത്. SSK പാലക്കാട് ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ K ജയപ്രകാശ് ഇതിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് T കൃഷ്ണകുമാർ അധ്യക്ഷനായിരുന്നു. പട്ടാമ്പി BPC VP മനോജ് മുഖ്യാതിഥിയായി. സ്കൂൾ പ്രിൻസിപ്പൽ B സുരേഷ് കുമാർ, പ്രധാനാധ്യാപകൻ P മുഹമ്മദ് ഇക്ബാൽ, VHSC പ്രിൻസിപ്പൽ T ഷാജി, NP ഷാഹുൽ അമീദ്, CV ദിനേശ്, TP സ്മിത, C ഉമ്മർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.